ഒഴിച്ചു കൊടുക്കുക. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോണത് പാവയ്ക്കയും മാങ്ങയും തേങ്ങാപ്പാൽ ചേർത്ത് വെച്ചൊരു കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 പാവയ്ക്കയും ഒരു മാങ്ങ, ഒരു തണ്ട് കറിവേപ്പില, ഒരു 4 പച്ചമുളക്, പിന്നെ അത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുവേണ്ടി നമുക്കിതൊന്ന് അരിഞ്ഞെടുത്ത് വയ്ക്കാം. കനം കുറച്ച് അരിയണം. പാവയ്ക്ക അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കഴിയണം, നന്നായിരിക്കും. അപ്പോൾ കയ്പ്പ് മാറി കിട്ടും. അതിനുവേണ്ടി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഞാനിങ്ങനെ മാറ്റി വെച്ചേക്കാണേ. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ പാവയ്ക്ക ഈ കലത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഒരു പൊടികൾ ഇട്ട് കൊടുക്കുക. അതായത് ആദ്യമായിട്ട് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു ടീസ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ, കറിവേപ്പില 2 തണ്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളക് 4 എണ്ണം നീളത്തിൽ കീറിയത് എല്ലാം ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എല്ലാം കൂടി. പൊടികളെല്ലാനും മറ്റേ പാവയ്ക്കയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2ാം പാൽ ഒഴിച്ച് ഇത് അടപ്പത്ത് വെച്ച് വേവിക്കണം. ആവശ്യമാണെങ്കിൽ കുറച്ചിട്ട് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ആവശ്യത്തിന് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പാവയ്ക്ക ആദ്യം ഒന്ന് വെന്ത് കിട്ടണം. അതിന് ശേഷം വേണം മാങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതൊന്ന് 10 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. പാവയ്ക്ക വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിരുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. വരത്തെ കുറച്ച് ശകലോട് വെള്ളം വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് ചൂടുവെള്ളോടി ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കണേ. വെള്ളത്തിൽ കുറവായിപ്പോയി. മാങ്ങ വെന്തതിന് ശേഷം ആദ്യത്തെ പാല് കൂടി ചേർത്ത് കൊടുക്കണം. മാങ്ങ ഒന്ന് വെന്തിട്ടിട്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിക്കാം. മാങ്ങ വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം. മാങ്ങ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യത്തെ പാല് ചേർത്ത് കൊടുക്കാം. ആദ്യ പാല് ചേർത്ത് കൊടുത്തിട്ട് അധികം തിളച്ച് പോകരുത്. മുന്നേട്ട് തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം. കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് താളിച്ച് ഒഴിച്ചു കൊടുക്കണം. അതിലേക്കൊരു കടായി ചൂടാക്കാൻ പറ്റുന്നു. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് താളിച്ച് ഒഴിക്കണം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ കറിവേപ്പില ഇട്ട് കൊടുക്കാം.
ചുവന്നുള്ളി, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എൻ്റെ ഈ പാവയ്ക്കയും മാങ്ങയും പാൽക്കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.